ഡിയർ ഫ്രണ്ട്സ്, ഇടുക്കിയുടെ കാണാക്കാഴ്ചകൾ തേടിയുള്ള നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇനി പുതിയ എപ്പിസോഡ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ നമ്മൾ പോകുന്നത് അതിമനോഹരമായ ഒരു പ്രദേശമാണ് കുളമാവ് എന്ന് പറയുന്ന പ്രദേശം. കുളമാവിൽ നിരവധി പ്രദേശങ്ങൾ നമ്മൾ ഇനി കാണാത്തതുണ്ട്. അപ്പോൾ അടുത്ത വരുന്ന കുറച്ച് ദിവസത്തെ എപ്പിസോഡുകൾ നമ്മൾ കുളമാവിൻ്റെ പരിസര പ്രദേശങ്ങളുമായിരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അടുത്ത ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ യാത്രാ വിവരണങ്ങൾ നിങ്ങൾക്ക് അതാത് നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ നമ്മളുടെ യാത്ര ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ പൈനാവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇടുക്കിയുടെ ജില്ലാ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ പൈനാവാണ്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് പൈനാവ് ടൗൺ. ഇവിടെ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ദൂരത്താണ് നമ്മൾക്ക് പോകാനുള്ള കുളമാവ്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര നമുക്കിവിടെ ആരംഭിക്കാം. നമ്മളിപ്പോൾ എത്തുന്നത് പറഞ്ഞാൽ വലിയമാവ് എന്ന് പറയുന്ന ഒരു ഭാഗമാണിത് ഈ കാണുന്നത്. ഇത് ആദിവാസികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഊരാണ് വലിയമാവ് എന്ന് പറയുന്നത്. ഇവിടെ നിരവധി സന്ദർശകരുടെ വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വനം വകുപ്പിൻ്റെ ഒരു വനസംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഇതായിട്ട് ഇത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയിരിക്കുന്ന ബിൽഡിംഗ് ആണ് ആ കാണുന്നത്. അത് ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവർക്ക് തന്നെ ആണ് ആ കെട്ടിടം. അതിൽ ഓരോ മുറി മാത്രം വെയിറ്റിംഗ് ഷെഡായിട്ടും മറ്റൊന്ന് ഒരു റെസ്റ്റോറൻറ്റ് ചെറിയൊരു കഫ്റ്റേരിയ ആയിട്ടുമാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ അത് ആദിവാസികൾ തന്നെയാണ് അത് നോക്കി നടത്തുന്നത്. അപ്പം നമ്മളിപ്പം വന്ന് നിൽക്കുന്നത് കുളമാവിലെ പാറമട എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് ഇവിടെ വരെയാണ് ഇപ്പോൾ റോഡ് തകർന്നു കിടക്കുന്ന റോഡുള്ളത്. ഇപ്പോൾ ഈ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാവും ഇവിടെ വരെ ഇവിടെ മുതൽ അങ്ങോട്ട് ഈ തൊടുപുഴയ്ക്ക് ഇവിടെ നിന്ന് 40 കിലോമീറ്റർ ദൂരമാണുള്ളത്. പക്ഷേ ഈ റോഡ് നോക്കിയാൽ അറിയാം ഇത് BMBC നിലവാരത്തിൽ ചെയ്തിരിക്കുന്ന റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സന്ദർശകർക്ക് തൊടുപുഴ മുതൽ ഇവിടെ വരെയുള്ള 40 കിലോമീറ്റർ ദൂരം വളരെ സുഖകരമായിട്ട് യാത്ര ചെയ്ത് വരാൻ സാധിക്കും. ഇവിടെ നിന്നുള്ള ചെറുതോണി വരെയുള്ള 20 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങളുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കടന്നു വരാം. തൊടുപുഴ, കോട്ടയം, എറണാകുളം മേഖലകളിൽ നിന്നുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഭാഗത്തോട്ട് കടന്നു വരുമ്പോൾ ഇവിടുന്ന് നല്ല വഴിയിലൂടെ തന്നെ യാത്ര ചെയ്ത് നമുക്ക് കുളമാവിലെത്താൻ പറ്റും. തൊടുപുഴയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പറയുന്ന കുളമാവ്. ഇതാണ് ഇവിടെ മുതൽ അങ്ങോട്ടാണ് ഉടുമ്പന്നൂർ പഞ്ചായത്ത് കിടക്കുന്നത്. റോഡിൻ്റെ ഈ ഭാഗം അറക്കുളം പഞ്ചായത്ത് വരും. ആ ഭാഗമാണ് ഉടുമ്പന്നൂർ പഞ്ചായത്ത്. ഏകദേശം 72 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മേഖലയാണ്. ഈ പറയുന്ന പാറമടയിൽ നിന്ന് ഈ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ഉപ്പൂന്ന് എന്ന് പറയുന്ന ഭാഗം കൂടി നമ്മൾ നേരെ തൊടുപുഴയ്ക്ക് പോകാൻ സാധിക്കും. അത് ആ മേഖലകളിലും മുറംകെട്ടിപ്പാറ, അതുപോലെ തന്നെ അരുവിക്കപ്പാറ ക്ഷേത്രം, അങ്ങനെ കുറേ വ്യൂ പോയിൻറ്റ്സുകളുണ്ട്. കുറേ പുൽമേടുകളുണ്ട്. അങ്ങനെ ഉള്ള പ്രദേശമാണ്. ഇവിടുന്ന് എറണാകുളത്ത് ഏകദേശം 95 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഈ കുളമാവിലെ ഈ പാറമട എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്താൻ സാധിക്കും. ഇടുക്കി പദ്ധതിയുടെ ഭാഗമായ കുളമാവ് അണക്കെട്ടിൻ്റെ പരിസര പ്രദേശമാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ നേരെ ഡാമിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നിരവധി സന്ദർശകർ ഈ ഭാഗങ്ങളിലൂടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഡാം ചുറ്റി നടന്ന് കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ കുളമാവ് അണക്കെട്ട് കടന്നു. ഇപ്പം ഈ കുളമാവ് അണക്കെട്ടിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് അൻഷൽ പറയുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് വലത്തോട്ടാണ് നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു മൺ റോഡുണ്ട്. ആ മൺ റോഡിലൂടെ വേണം നമ്മൾ ആ പറയുന്ന വ്യൂ പോയിന്റ്സിലോട്ട് നമുക്ക് പോകാനായിട്ട്. അങ്ങനെ ഈ 360 ഡിഗ്രി ആംഗിളിലും കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ഈ പറയുന്ന കുളമാവ് എന്ന് പറയുന്നത്. എവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം സന്ദർശകരെ ആകർഷിക്കുന്ന തരത്തിലുള്ള നിരവധി കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ്. അൻസൽ പറയുന്നത് ഒരു താഴോട്ട് ഭയങ്കര അഗാധമായ കൊക്കയാണെന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ കടന്നു വന്ന കുളമാവ് അണക്കെട്ടിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്. ആ കിടക്കുന്നത് ഇടുക്കി ജലാശയത്തിലെ ജലമാണ് കിടക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നിറകുടമായിരുന്നു ഈ കുളമാവ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സുഹൃത്ത് അൻഷലാണ് ഈ കാണുന്നത്. അൻഷലാണ് നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ഇവിടുത്തെ ഈ പ്രദേശങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. ഇത് അണക്കെട്ടിൻ്റെ വേറെ കുറച്ചുകൂടി ഭംഗിയുള്ള ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന കാഴ്ചകൾ കാണാം. കുളമാവ് അണക്കെട്ടിൻ്റെ മുകളിലൂടെയാണ് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാട്ടുകോഴികളാണ്. ഈ പാതയിലാണ് വന്ന് കാട്ടുകോഴികൾ വന്ന് കൊത്തിപ്പറിക്കുന്ന രംഗമാണ് കാണുന്നത്. അത് കടന്നു പോകുന്നത് നമ്മുടെ വണ്ടി കണ്ടിട്ട് കടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്.
കുളമാവിലേക്ക് കുളമാവ് ടൗണിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു 1-2 ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഇടത്തോട്ട് തിരിയുകയാണ്. തൊടുപുഴയിൽ നിന്ന് വരുന്നവർ ഈ ഭാഗത്ത് വന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ നെല്ലിക്കപ്പാറ എന്ന് പറയുന്ന ഈ ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെ നിന്നും ഒരല്പം മുന്നോട്ട് മാറി നമ്മൾ ഇടതുവശത്തേക്കാണ് നമ്മൾ ഈ നെല്ലിക്കപ്പാറ എന്ന് പറയുന്നത്. ടൗൺ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ ഇടതുവശത്തേക്കാണ് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് നമ്മൾ നെല്ലിക്കപ്പാറയിലേക്ക് പോകുന്നത്. നെല്ലിക്കപ്പാറ ഓഫ് റോഡാണ്, പക്ഷെ കുറച്ച് ദൂരം നമുക്ക് വാഹനം കടന്നു പോകും. നമ്മൾ ഇപ്പോൾ ഇവിടെ വരെയാണ് ഈ നെല്ലിക്കപ്പാറയിലേക്ക് നമ്മളുടെ വാഹനം കടന്നു പോകുള്ളൂ. പക്ഷേ ഓഫ് റോഡാണ്, ജീപ്പൊക്കെ കടന്നു പോകും. അതുപോലെ അടി തട്ടാത്തവരുള്ള കുറച്ചുകൂടി ഡസ്റ്റ് പോലുള്ള കുറച്ച് വാഹനങ്ങളൊക്കെ കടന്നു പോകും. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരം നമുക്ക് നടന്നു പോയി നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. അങ്ങനെ നമ്മൾ നെല്ലിക്കപ്പാറയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അധിക ദൂരമില്ല, അത് വെള്ളം കയറി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ വെള്ളം പൂർണ്ണമായിട്ട് ഇറങ്ങി കിടക്കുന്ന ഒരു ചില സമയങ്ങളുണ്ട്. അപ്പോഴേക്കും കൂടുതൽ ഈ മൊട്ടക്കുന്നുകളും ഒക്കെ നമുക്ക് ദൃശ്യമാകാൻ സാധിക്കുന്ന മേഖലയാണ് ഇത്. ചുറ്റിനും മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാണുന്നത്. എന്നാൽ ഇതിൻ്റെ വശങ്ങളിലൂടെ നമുക്ക് റോഡുണ്ട്. അവിടെ ഒരു ഉണങ്ങിയൊരു ഭൂപ്രകൃതിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു ശകലം മഴയൊക്കെ ഉള്ള സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശം മുഴുവനും പച്ച പിരിച്ച ഒരു മേഖലയാണ്. വളരെ ഭംഗിയുള്ള കാഴ്ചകളായിരിക്കും ആ സമയങ്ങളിലൊക്കെ നമുക്ക് ദൃശ്യമാവുക. ഈ ജലം കിടക്കുന്നതിൻ്റെ മറുഭാഗത്ത് ചക്കിമാലി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അത് ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിലേക്ക് ആളുകൾ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ വള്ളം കേടായതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് ആളുകൾ അധികം ഉപയോഗിക്കാതെ ഇവിടെ കിടക്കുകയാണ്. പക്ഷേ ഇനിയിപ്പോൾ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഈ ഭാഗത്തു നിന്ന് വെള്ളം പറ്റിയിറങ്ങും. ആ സമയമാകുമ്പോഴേക്കും ചക്കിമാലിയിലേക്കുള്ള ഈ വള്ളം ഇവിടെ കിടന്ന് ലാസ്റ്റ് അത് എടുത്തുകൊണ്ട് പോയി വേണമെങ്കിൽ അപ്പുറം ഇടേണ്ട ഒരു അവസ്ഥ വരും. നമ്മൾ ഇവിടുത്തെ ഈ 360 ഡിഗ്രി ആംഗിളിലുള്ള ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ നമ്മൾ കടന്നു വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ഇത് വനപ്രദേശമാണ്. ഇത് വളരെ ഭംഗിയുള്ള ഒരു പ്രദേശം തന്നെയാണ്. നല്ല രസമുള്ള ഒരു കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് കടന്നു വരുന്ന ആളുകൾ ഇവിടെ വേറെ സ്ഥാപനങ്ങളൊന്നുമില്ല. ഭക്ഷണമെല്ലാം കഴിക്കണമെങ്കിൽ ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ഭക്ഷണം കൊണ്ടുവന്നിട്ടാണ് അവരിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത്. നമ്മളിപ്പോൾ നെല്ലിക്കപ്പാറയുടെ ഒരു പകുതി ഭാഗത്ത് എത്തിയിട്ടുള്ളൂ. പക്ഷേ ഇത് വേനലാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഉള്ളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഈ വശത്തുകൂടി തന്നെ നമുക്കൊരു റോഡ് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് സന്ദർശകരൊക്കെ കടന്നു വരുന്ന ഒരു മേഖല കൂടിയാണ് ഇവിടം. ചെറിയ കിളികളൊക്കെ ഇങ്ങനെ വന്ന് ഉണ്ടോ. നിരവധി സസ്യജാലങ്ങളും അതുപോലെ പക്ഷിമൃഗാദികളും ഒക്കെ ഒരു മേഖലയാണ്. അതിൻ്റെ ഒരു ആവാസ മേഖല കൂടിയാണ് ഈ നെല്ലിക്കപ്പാറ എന്ന് പറയുന്ന ഈ ഭാഗം. ഈ ജലാശയത്തിലൂടെ ആന ഇങ്ങനെ നീന്തി കിടന്നു പോകാറുണ്ട്. അപ്പം ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും സന്ദർശകർ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വീണ്ടും വരാനുള്ള ഒരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം അത്രമാത്രം ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. വീണ്ടും കിടക്കുന്നത് ആനപ്പിണ്ണം കിടക്കുന്നത്. അപ്പോൾ ഒരാന ആയിരിക്കത്തില്ല, ഒരു ആനക്കൂട്ടം ആയിരിക്കണം ഒരുപക്ഷെ ഇതിലൂടെ ഇങ്ങനെ വന്ന് കടന്നു പോകുന്നത്. ആരൊക്കെ ഇവിടെ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചതിൻ്റെ അടയാളങ്ങളും കാണുന്നുണ്ട്. ഇത് കണ്ടോ, വീണ്ടും ആനപ്പിണ്ണം കിടക്കുന്നതാണ്. ഇതുണ്ടോ, ആനപ്പിണ്ഡം കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്പം നമ്മൾ ഉയരമുള്ള ഭാഗത്തേക്ക് നമ്മൾ കയറി. ഉണ്ടോ, ചക്കിമാലിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറെ ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ ആരോ തുണിയൊക്കെ ഇറക്കുന്നതും കാണാം. ഇവിടെ ഈ വനത്തിനെ പരിപാലിക്കുന്നവർ ആണ്. നമ്മൾ 360 ഡിഗ്രി നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാലും നമ്മുടെ ക്യാമറയിൽ അത്രമാത്രം ദൃശ്യങ്ങൾ ഒറ്റയടിക്ക് നമുക്ക് പതിഞ്ഞു കിട്ടത്തില്ല. കാരണം ഈ മലയുടെ ടോപ്പ് ഭാഗമൊക്കെ നമുക്ക് മിസ്സായാണ് നമ്മളിപ്പോൾ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്കിപ്പോൾ എത്താൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റിലാണ് നമ്മളിപ്പോൾ ഈ വന്ന് നിൽക്കുന്നത്. കാരണം ഇവിടുന്ന് ആ ദൂരം കാണുന്ന ആ ഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ വെള്ളം ധാരാളമായിട്ട് കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു കാഴ്ചകൾ നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല.
അപ്പോൾ ഇതിനപ്പുറത്ത് മനുഷ്യവാസമുള്ള മേഖലയുണ്ട്. ചക്കിമാലി എന്ന് പറയുന്ന ഒരു മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, ബോട്ടിൽ യാത്ര ചെയ്താൽ ചക്കിമാലി എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് എത്തും. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നീട് നമ്മളൊരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകും. പക്ഷേ ഇവിടുന്ന് ചക്കിമാലിയിലേക്ക് ആളുകൾക്ക് കടന്നു പോകാനൊരു ബോട്ട് നേരത്തെ ഉണ്ടായിരുന്നു. 5 വർഷമായിട്ട് അത് കേടായി കിടക്കുകയാണ്. അപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് ആളുകൾ ഇപ്പോൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് അവർ ഇപ്പോൾ ഈ കുളമാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ കടന്നു വരുന്നത്. അത് മറ്റു വഴികളിലൂടെയാണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കിളിവെള്ളയാറ് എന്ന് പറയുന്ന ആറ് ആണ് ഇവിടെ തടഞ്ഞു നിർത്തി ഈ ജലം ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മൂലമറ്റം ജലവൈദ്യുത പവർ ഹൗസിലേക്കുള്ള വെള്ളം ഇവിടെ നിന്നാണ്, അപ്പുറത്തു നിന്നാണ് പമ്പ് ചെയ്ത് തുരങ്കം വഴിയാണ് കടത്തിക്കൊണ്ടുപോയി നമ്മൾക്ക് 18 ദശലക്ഷം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി 6 ജനറേറ്ററോട് കൂടിയുള്ള സംവിധാനം മൂലമറ്റത്തുണ്ട്. അത് നമുക്ക് മറ്റൊരു ഭാഗത്ത് ചെല്ലുമ്പോൾ നമുക്ക് അത് കൂടുതൽ ദൃശ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത യാത്ര നമ്മൾ കലം കമിഴ്ത്തി എന്ന് പറയുന്ന മറ്റൊരു മേഖലയിലേക്കാണ്.